أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അള്ളാഹുവിൻ്റെ തഖ്വയുള്ളവരായി ജീവിക്കുകയും അതിലൂടെ ഇന്ന് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല സമയകാലങ്ങളുമായി അഅ്മാലുകളെ ബന്ധിപ്പിച്ചതിൻ്റെ ഹിക്മത്തുകളെ സംബന്ധിച്ച് നാം ഇതിനു മുമ്പ് വിശദീകരിക്കുകയാണ്. സമയം അള്ളാഹുവിൻ്റേതാണ്, കാലം അള്ളാഹുവിൻ്റേതാണ്. സമയത്തെയും കാലത്തെയും മറിക്കുന്നത്, അത് നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. ഖല്ലിബുൽ ലൈല വന്നഹാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുദ്സിയ ഒരു ഹദീസ്, അല്ലാഹു തആല പറഞ്ഞു, ലാ തസുബ്ബുദ്ദഹർ ഇന്നമാ അനദ്ദഹർ ഖല്ലിബുൽ ലൈല വന്നഹാർ. ഞാനാണ് കാലം, കാലത്തെ നിങ്ങൾ ചീത്ത പറയരുത്, സമയത്തെ നിങ്ങൾ പഴിക്കരുത്, കാലത്തെ നിങ്ങൾ പഴിക്കരുത്. ഞാനാണ് കാലം, ഞാനാണ് കാലത്തെ കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്. കാലത്തിൻ്റെയും സമയത്തിൻ്റെയും സ്ഥലങ്ങളുടെയും ഉടമസ്ഥനായ അള്ളാഹു ദീനുൽ ഇസ്ലാമിൻ്റെ അഅ്മാലുകളെ സമയകാലങ്ങളും സ്ഥലങ്ങളുമായി ബന്ധിപ്പിച്ചതിൻ്റെ പിറകിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയിലുള്ള ഷഹാദത്തുമായിട്ടൊരു വലിയ ബന്ധമുണ്ട്. അതെ, നാം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ കാര്യം, ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ഫർള്, ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ റുക്ന് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഏറ്റവും ആദ്യമായി അള്ളാഹുവിന് കൊടുക്കുന്ന ഷഹാദ, ഒരടിമ, ഒരു ബുദ്ധിയുള്ള അടിമ, ഒരു വിവേകമുള്ള അടിമ, ഭൂമിയിൽ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൻ്റെ കീഴിൽ അനുസരണമുള്ളവനായി ജീവിക്കുന്ന ഒരടിമ അള്ളാഹുമായിട്ട് കരാറിലേർപ്പെടുകയാണ്. അതെ, ആകാശ ലോകത്ത് ആത്മാക്കൾ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിന് ഷഹാദത്ത് കൊടുത്തിരുന്നു. ആ ആത്മാക്കളാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ശരീരങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ഏത് മതജാതി വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും
ആ പരിശുദ്ധമായ ആത്മാവിൻ്റെ സാന്നിധ്യം ആ ശരീരത്തിൻ്റെ പ്രകൃതം ശരിയാക്കിയെടുക്കുന്നുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോടാണ്, മനുഷ്യാത്മാക്കളോടാണ് അന്ന് കരാറ് വാങ്ങിയത്. വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദം, ആദമിൻ്റെ സന്തതികളിൽ നിന്നാണ് അല്ലാഹു തആല കരാറ് വാങ്ങിയത്. ജനിക്കാനിരിക്കുന്ന മനുഷ്യരുടെ ശരീരത്തോടല്ല, ജനിക്കാനിരിക്കുന്ന മനുഷ്യനിൽ നിക്ഷേപിക്കാൻ അല്ലാഹു നേരത്തെ നിർമ്മിച്ച് അല്ലാഹു അതിൻ്റേതായൊരു പരിശുദ്ധ സ്ഥലത്ത് സജ്ജീകരിച്ചിരിക്കുന്ന ആത്മാക്കളെ വിളിച്ചുകൂട്ടിയുള്ളൊരു മഹാസമ്മേളനത്തിൽ വെച്ചാണ് അല്ലാഹു തആല കരാറ് വാങ്ങുന്നത്. അതാണ് അല്ലാഹു ഖുർആനിലൂടെ നമ്മളെ അറിയിക്കുന്നത്. ആദമിൻ്റെ സന്തതികളിൽ നിന്ന് ഞാൻ കരാറ് വാങ്ങിയ സന്ദർഭം, നിങ്ങളെ റബ്ബ് കരാറ് വാങ്ങിയ ആ സന്ദർഭത്തെപ്പറ്റി നിങ്ങൾ ബോധവാന്മാരാകണം, അതേപ്പറ്റി നിങ്ങൾ ചിന്തിക്കണം, ആലോചിക്കണം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യാത്മാക്കളുമായിട്ട് അന്ന് നടത്തിയ സംവാദവും ആ സംവാദത്തിൽ ഊനംതിരിഞ്ഞു വന്ന കരാറും? അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളെ റബ്ബല്ലേ എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ് മനുഷ്യാത്മാക്കളോട്. നിങ്ങളെ റബ്ബ് ഞാനല്ലേ? അതെ, ഉടമസ്ഥനാകാനും നിർമ്മിക്കാനും നിയന്ത്രിക്കാനും യോഗ്യതയുള്ളവൻ, അർഹതയുള്ളവൻ ഞാനല്ലേ? നിങ്ങളെന്തു പറയുന്നു? ഖാലു ബല, മനുഷ്യാത്മാക്കൾ മുഴുവനും അന്ന് അല്ലാഹുവിന് കൊടുത്ത കരാറാണ്. അതേ അല്ലാഹുവേ, അതെ, ബല, അതെ. ഖാലു ബല ഷഹിദിന, ഭൂമിയിൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞാൽ, ഭൂമിക്ക് വേണ്ടിയാണല്ലോ, ഭൂമിയിലേക്ക് വേണ്ടിയാണല്ലോ നീ ഞങ്ങളെ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ഭൂമിയിലേക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അത് ജീവിച്ച് തെളിയിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഷഹിദിന, ആ സന്നദ്ധത ഓരോ മനുഷ്യരിലും ഉണ്ടാകും. ഏത് മതജാതി വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും ശരി, മനുഷ്യനായി പിറന്നവരിലെല്ലാം ആ സന്നദ്ധതയുണ്ടാകും. അതാര് നിഷേധിച്ചാലും അതില്ലാതാക്കാൻ കഴിയില്ല, ആര് വേണ്ടാന്ന് വെച്ചാലും അതില്ലാതാക്കാൻ കഴിയില്ല. ആ റൂബിയത്തിന് കൊടുത്ത ഷഹാദത്തിൻ്റെ പരിശുദ്ധത മനുഷ്യ ജീവിതത്തിൽ പ്രകടമാകും. അതാണ് പട്ടാമ്പിയിലെ ഡോക്ടർ രേഖയിലൂടെ നാം കണ്ടതും. അവരുടെ പ്രകൃതം, അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ അന്ന് ആത്മാവിൻ്റെ ലോകത്ത് വിളിച്ചുകൂട്ടിയ സമ്മേളനത്തിൽ ഡോക്ടർ രേഖയുടെ റൂഹ് അള്ളാഹുവിനോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഷഹീദിന. ആ ഷഹാദത്താണ് ആ അസന്നിഗ്ധ നിമിഷത്തിൽ ഡോക്ടർ രേഖയുടെ നാവിൽ ഓർമ്മയിലേക്ക് വന്നത്. ആ ഡോക്ടർ പറയുന്നു, നാം ഹരം കൊണ്ടുപോയത് കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിനെ ചിക്കിക്കുത്തി പരിശോധിച്ച് പഠിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ നമുക്കാണ്, നമ്മുടെ ഈമാനാണ് വർധനവുണ്ടാവേണ്ടത്. അത് നമ്മുടെ മുമ്പിൽ ആയത്തായിട്ട്, ദൃഷ്ടാന്തമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകടമാക്കുന്നത്. അതെ, എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാതെ നിർവികാരയായി നിൽക്കുന്ന ആ ഡോക്ടറുടെ ആത്മാവിൻ്റെ വിളി, അതേ ഡോക്ടർ, അള്ളാഹുവിൻ്റെ മുമ്പിൽ അന്നൊരു നാൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കോടിക്കണക്കിന് വരുന്ന അർവാഹുകൾ അള്ളാഹുവുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ അള്ളാഹു ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞ കൂട്ടത്തിൽ അന്നീ ഡോക്ടർ രേഖയുടെ റൂഹുണ്ട്. ആ റൂഹെന്ന് പറഞ്ഞിട്ടുണ്ട് ഷഹീദിന. അതാണ് തെളിയിച്ചത്. ഒരുപക്ഷെ ഡോക്ടർ രേഖ പോലും ആ മഹദി ഡോക്ടർ പോലും ആ രേഖ പോലും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അതാണ് ഞാൻ തെളിയിക്കുന്നത് എന്ന്. അന്ന് പറഞ്ഞ വാക്കതാണ്, ഇത് അഖദ റബ്ബുക്, നിങ്ങളെ റബ്ബ് കരാറ് വാങ്ങിയ സന്ദർഭം. മിൻ ബനി ആദമ, മനുഷ്യമക്കളോട്. അതിൻ്റെ ആ രീതിയും അതിൻ്റെ രൂപവും അതിൽ പലപ്പോഴും നാം വിശദീകരിച്ചതാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കരാറായിട്ട് ചോദിക്കുന്നത്? അലസ്തു ബി റബ്ബിക്കും, നിങ്ങളുടെ ഉടമസ്ഥനാകാൻ അർഹൻ ഞാനല്ലേ? നിങ്ങളെ സൃഷ്ടിക്കാൻ യോഗ്യൻ ഞാനല്ലേ? നിങ്ങളെ നിയന്ത്രിക്കാൻ അർഹത, അതായത് അൽ മുൽഖു വൽ ഖൽഖു വത്തദ്ബീർ, ഈ 3 അവകാശാധികാരങ്ങൾ എനിക്കുള്ളതല്ലേ? എന്ത് പറയുന്നു നിങ്ങൾ? ആ സമയത്ത് ഈ അബ്ദുള്ളയടക്കം ഭൂലോകത്തുള്ള മനുഷ്യർ മുഴുവനും ഈ ഡോക്ടർ രേഖയടക്കം അള്ളാഹുവിനോട് അന്ന് പറഞ്ഞു, ഷഹിദിന, ബല, അതെ നീയാണ് റബ്ബ്, ഷഹിദിന, അതിന് ഞാൻ സാക്ഷിയായിരിക്കും. നാലു ബല ഷഹിദിന, ഞാൻ സാക്ഷിയായിരിക്കും. അതെ, ആ സാക്ഷിത്വം ലോകത്തുള്ള മുഴുവൻ മനുഷ്യാത്മാക്കളിലും പ്രകടമായിരിക്കും. ഇന്ന് ഭൂലോകത്ത് ജീവിക്കുന്ന സകല മനുഷ്യരുടെയും ശരീരത്തിൽ പ്രവർത്തിക്കുന്ന റൂഹിൻ്റെ ആ ഗുണം ചില്ലറ ഗുണമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല
ആ റുബൂബിയ്യത്തിൻ്റെ പരിശുദ്ധത ഏറ്റുവാങ്ങി, ആ റുബൂബിയ്യത്തിൻ്റെ പൂർണ്ണത ഏറ്റുവാങ്ങി അള്ളാഹ്ക്ക് കരാറും കൊടുത്ത് ഭൂമിയിലേക്ക് വന്ന മനുഷ്യർ ഏത് പിതാവിൻ്റെ മുതുവിൽ നിന്നായാലും ഏത് മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്നായാലും അല്ലാഹു തആല ആ മനുഷ്യക്കുഞ്ഞിൽ ആ റൂഹിനെ ഘടിപ്പിച്ച് സന്നിവേശിപ്പിച്ച് ഫനഫഖ ഫീഹി മിർ റൂഹിഹി, ആ മനുഷ്യക്കുഞ്ഞിൽ അള്ളാഹു റൂഹിനെ ഊതുകയാണ്. അന്ന് ആലമുൽ അർവാഹിൽ ആ ആത്മാക്കളെ താമസിപ്പിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയ പരിശുദ്ധമായ ആലമുൽ അർവാഹ് എന്ന ലോകത്ത് അന്ന് അള്ളാഹു സമ്മേളിപ്പിച്ച ആ റൂഹിൽ നിന്ന് ഈ കുഞ്ഞിന് നിശ്ചയിച്ച റൂഹിനെ അള്ളാഹു മാതാവിൻ്റെ ഗർഭാശയത്തിൽ ആ ശരീരവുമായി ബന്ധിപ്പിക്കുകയാണ്, കണക്ട് ചെയ്യുകയാണ്. അതോടുകൂടി ആത്മാവും ശരീരവും ഒന്നിച്ചുകൂടിയുള്ളൊരു മനുഷ്യൻ രൂപപ്പെടുകയാണ്. അതോടുകൂടി ആ മനുഷ്യനിൽ അള്ളാഹു നേരത്തെ നിശ്ചയിച്ചു വെച്ച ജീവൻ സജീവമാകുകയാണ്. അതോടുകൂടി ഗർഭാശയത്തിൽ നിന്ന് അവൻ്റെ ഹൃദയം ചലിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ റൂഹിൻ്റെയും ശരീരത്തിൻ്റെയും കൽബിൻ്റെയും സംയുക്താഭിമുഖ്യം ജീവൻ്റെ സാന്നിധ്യത്തോടെ പവറോടെ ഗർഭാശയത്തിൽ വെച്ച് പ്രവർത്തിക്കുകയാണ്. ആ കുഞ്ഞാണ് സഹോദരങ്ങളെ ഭൂമിയിലേക്ക് വരുന്നത്. ആ കുഞ്ഞാണ് ഭൂമിയിലേക്ക് വരുന്നത്. അത് ഹിന്ദുവിൻ്റെ കുഞ്ഞാണ്, ക്രിസ്ത്യാനിൻ്റെ കുഞ്ഞാണ്, അല്ലെങ്കിൽ ഒരു ജൂതൻ്റെ കുഞ്ഞാണ്, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കുഞ്ഞാണ്, നമ്മളങ്ങനെ തിരിച്ചു വിടേണ്ടതില്ല. ആ കുഞ്ഞ് അള്ളാഹുവിൻ്റെ കുഞ്ഞാണ്. ആ കുഞ്ഞ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അള്ളാഹുവിൽ നിന്ന് പരിശുദ്ധമായ റൂഹിനെ ഏറ്റുവാങ്ങി ഭൂമിയിലേക്ക് വന്ന പരിശുദ്ധനായൊരു കുഞ്ഞാണ്. അല്ലാഹു അക്ബർ. അല്ലത്തി ഫത്തറന്നാസ അലൈഹ, അള്ളാഹുവിൻ്റെ പ്രകൃതം. ആ പ്രകൃതത്തിലാണ് അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് അല്ലാഹു തആല പറഞ്ഞ വാക്ക് വിശാലമാണ്. അല്ലതി എങ്ങനത്തെ പ്രകൃതമാണത്? ഫത്തറന്നാസ, മനുഷ്യനെ അല്ലാഹു തആല ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയെടുത്തത് അലൈഹ, ആ പ്രകൃതത്തിലാണ്, ആ ശുദ്ധമായ പ്രകൃതത്തിലാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖായ മുത്തായ പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ മനുഷ്യക്കുഞ്ഞും ജനിച്ചു വീഴുന്നത് ആ പവിത്രതയിലാണ്, ആ പരിശുദ്ധതയിലാണ്. ഓരോ മനുഷ്യക്കുഞ്ഞും, ഇവിടെ അഷ്റഫുൽ ഖൽഖ് മുസ്ലിമിൻ്റെ കുഞ്ഞെന്നോ ഹിന്ദുവിൻ്റെ കുഞ്ഞെന്നോ ക്രിസ്ത്യാനിയുടെ കുഞ്ഞെന്നോ ജൂതൻ്റെ കുഞ്ഞെന്നോ ഫാസിയുടെ കുഞ്ഞെന്നോ ഒരിക്കലും വേർതിരിച്ചിട്ടില്ല. മനുഷ്യക്കുഞ്ഞ് ആദമീയത്തെ ഏറ്റുവാങ്ങി ഭൂമിയിലേക്ക് പ്രാതിനിധ്യത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് വന്ന ആ മനുഷ്യക്കുഞ്ഞിനെ അല്ലാഹു തആല നിർമ്മിച്ചിരിക്കുന്നത് ആ ഫിത്രത്തിലാണ്. അവൻ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ആ ഫിത്രത്തിലാണ്. ദുനിയാവിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ, മാതാപിതാക്കളുടെ വിശ്വാസങ്ങൾ, ചുറ്റുപാടുകൾ, നാട്ടിൻ്റെ ആചാരങ്ങൾ എന്നിത്യാദി കാര്യങ്ങൾ ആ പരിശുദ്ധതയിൽ നിന്ന് ആ കൽബിനെ, ആ കുഞ്ഞിൻ്റെ ഹൃദയത്തെ വളർന്നോരും മലീമസപ്പെടുത്തിക്കൊണ്ടുവരികയാണ്. മലീമസപ്പെട്ടിട്ടില്ലാത്ത ചെറിയ പ്രായത്തിൽ തന്നെ പരിശുദ്ധതയെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന കുടുംബത്തിൽ ജനിച്ച മക്കൾ ആരായിരുന്നാലും, ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും, ഈ ഡോക്ടർ രേഖയെപ്പോലെ അത് തുളുമ്പി വരും തീർച്ച. അവർ പറഞ്ഞു കൊടുത്ത ആ ഉമ്മാൻ്റെ ചെവിയിൽ പറഞ്ഞു കൊടുത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, എന്തൊരു സൗന്ദര്യമാണ് ആ വാക്കിന്, എന്തൊരു മനോഹരതയാണ് ആ വാക്കിന്, എന്തൊരു മനോഹരതയാണ് ആ ശബ്ദത്തിന്, എന്തൊരു ഗാംഭീര്യമാണ് ആ പ്രകടനത്തിൽ. അള്ളാഹു കബൂലാക്കട്ടെ. ഇന്ന് അതിനെ സംബന്ധിച്ച് ഉള്ള ഒരു ചർച്ച കേൾക്കാൻ ഇടവന്നപ്പോൾ ആ ഡോക്ടർ നിങ്ങളെ പ്രേരിപ്പിച്ച വസ്തുത എന്താണെന്ന് പറഞ്ഞപ്പോൾ ആ ഡോക്ടറുടെ വിശദീകരണം കേട്ടപ്പോൾ വല്ലാത്ത ഹരം കൊണ്ടുപോയി. ഞാൻ ആലോചിച്ചത് ആലമുൽ അർവാഹിൽ നടന്ന സമ്മേളനത്തിൽ ഡോക്ടർ രേഖയുടെ റൂഹി എത്ര കൃത്യമായിട്ടായിരിക്കും അന്ന് പറഞ്ഞിട്ടുണ്ടാകുക. ഇനി അങ്ങോട്ട് ഈ ഡോക്ടർ രേഖയുടെ ജീവിതത്തിൽ ഇത് കാരണത്താൽ വരുന്ന പരിവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കും നമുക്ക് കണക്കുകൂട്ടാൻ പറ്റാത്തതാണ് വിഷയങ്ങൾ മുഴുവൻ. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. ഈ രീതിയിൽ അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്തിൻ്റെ പരിശുദ്ധത ഏറ്റുവാങ്ങി ഭൂമിയിലേക്ക് വന്ന മനുഷ്യൻ പ്രായപൂർത്തിയെത്തലോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഉണർത്തുകയാണ്. പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് ഒരുപാട് പ്രവാചകന്മാരെ നിയോഗിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, തീർച്ചയായും എല്ലാ സമുദായത്തിലും റസൂലിനെ നാം നിയോഗിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയുമോ? എന്തിനാണ്? ആകാശലോകത്തന്ന് അള്ളാഹു കൊടുത്ത കരാർ ഓർമ്മിപ്പിക്കാൻ. ആ കരാർ ഓർമ്മിപ്പിക്കാൻ. ഓ മനുഷ്യ, നീ അള്ളാഹ്ക്കൊരു കരാറ് കൊടുത്തിട്ട് വന്നവനാണ് ഈ ഭൂമിയിലേക്ക്.
അള്ളാഹു മാത്രമേ ഉള്ളൂ എല്ലാറ്റിനും എന്ന് ജീവിച്ച് തെളിയിക്കാമെന്ന്, അത് തെളിയിക്കാൻ നീ തയ്യാറാകണം. ആ തെളിയിക്കുന്നതിൻ്റെ ആദ്യത്തെ ഭാഗം ആ കരാറ് പുതുക്കലാണ്. ആ കരാറാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഷ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ പോകുകയാണ്, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാകുകയാണ്. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതെ, റബ്ബാവാൻ, മാലിക്കാവാൻ യോഗ്യതയുള്ള, ഖാലിഖാവാൻ യോഗ്യതയുള്ള, മുദബ്ബിറാവാൻ യോഗ്യതയുള്ള, ഉടമസ്ഥത സകല സ്വത്തിൻ്റെയും ഉടമസ്ഥനാകാൻ സർവാധികാരമുള്ള, സകല സ്വത്തെയും സൃഷ്ടിക്കാൻ സർവാധികാരമുള്ള, സകല സ്വത്തെയും കംപ്ലീറ്റ് നിയന്ത്രിക്കാൻ, അതിനെ കൺട്രോൾ ചെയ്യാൻ സർവാധികാരമുള്ള ആ അള്ളാഹുവിനെ മാത്രമേ ഞാൻ അള്ളാഹുവായിട്ട് മഅബൂദായിട്ട് കാണുള്ളൂ. അള്ളാഹുവിനോട് മാത്രമേ ഞാൻ എൻ്റെ സകല കാര്യങ്ങളും സമർപ്പിക്കുകയുള്ളൂ. ഞാൻ ദുആ ചെയ്യുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ അപേക്ഷിക്കുന്നത്, ഞാൻ ഇസ്തിഗ്ഫാർ പൊറുക്കലിനെ തേടുന്നത്, ഞാൻ ഇസ്തിആന സഹായത്തെ തേടുന്നത്, ഞാൻ ഇസ്തിഗാസ അഭയം തേടുന്നത്, ഞാൻ ഇസ്തിഖാറ ഖൈറിനെ തേടുന്നത്, ഞാൻ ഇസ്തിആദ കാവലിനെ തേടുന്നത്, ഇത് കംപ്ലീറ്റ് എൻ്റെ അള്ളാഹുവിനോട് മാത്രമായിരിക്കും. എന്തുകൊണ്ട്? ഞാൻ തെളിയിച്ചോളാം എന്ന് അന്ന് അള്ളാഹ് ഉറപ്പ് കൊടുത്തിട്ട് വന്നവനാണ് ഞാൻ. ആ കരാറ് ഞാൻ ലംഘിക്കുകയില്ല. ആ കരാറ് തീർച്ചയായിട്ടും ഞാൻ പാലിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ എങ്ങനെ പാലിക്കും ഞാൻ? അത് ഞാൻ ആ അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകൻ്റെ വഴിയനുസരിച്ചായിരിക്കും ഞാൻ അത് ആ കരാറ് പാലിക്കുക. ഇന്ന് നിലവിലുള്ള റിസാലത്ത് മുഹമ്മദി റിസാലത്താണ്. പല റിസാലത്തും കഴിഞ്ഞുപോയി. 50,000 കൊല്ലം മുമ്പ് നൂഹിൻ്റെ റിസാലത്ത് കഴിഞ്ഞുപോയി. ആ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യർ നൂഹിൻ്റെ റിസാലത്തനുസരിച്ചാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് തെളിയിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 6000 കൊല്ലം മുമ്പ് ഇബ്രാഹിം നബിൻ്റെ റിസാലത്ത്. ആ കാലഘട്ടത്തിലെ ജനങ്ങൾ ഇബ്രാഹിമി റിസാലത്തിനെ വെച്ചുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദത്ത് തെളിയിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂസാ റിസാലത്ത്, അഷ്ഹദു അന്ന മൂസാ റസൂലുള്ളാഹ്, ആ റിസാലത്തനുസരിച്ചാണ് ആ കാലഘട്ടത്തിലെ ജനം ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ തെളിയിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, ആ അഷ്ഹദു അന്ന ഈസാ റസൂലുള്ളാഹ്, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ റിസാലത്തനുസരിച്ചാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ ആ കാലഘട്ടത്തിലെ ജനം ബോധ്യപ്പെടുത്തി കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന റിസാലത്ത്, ആ തങ്ങൾ നടപ്പിലാക്കിയ റിസാലത്ത്, ആ തങ്ങൾ നടപ്പിലാക്കിയ ശരീഅത്ത്, അതനുസരിച്ചാണ് അന്ന് ആകാശത്തിൽ വെച്ച് അല്ലാഹ് കൊടുത്ത കരാറിനെ ഞാൻ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. ബഹുമാനമുള്ള സഹോദരന്മാർ, മുഹമ്മദി റിസാലത്തിനെ സംബന്ധിച്ച് സഗൗരവം മനസ്സിലാക്കണം. മുസ്ലിമീങ്ങളുടെ പ്രവാചകൻ മാത്രമല്ല മുഹമ്മദ് നബി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരുടെ പ്രവാചകനാണ്, ആദമീ മക്കളുടെ പ്രവാചകനാണ്. അള്ളാഹുവിനോട് കരാറ് വാങ്ങി വന്ന മനുഷ്യർക്ക് കരാറ് ഓർമ്മിപ്പിക്കുക എന്നുള്ളതൊരു വിഭാഗത്തോട് മാത്രമാകാൻ പറ്റുകയില്ല. അള്ളാഹു തആല മുഴുവൻ മനുഷ്യരിലേക്കും മുഴുവൻ ജില്ലകളിലേക്കും അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. റിസാലത്തിൻ്റെ പ്രസക്തി അതാണ്, ആ റിസാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ അതാണ്. എന്താണിത്? ഇവിടുത്തെ ഹിന്ദുവിനോട്, ക്രിസ്ത്യാനിയോട്, ജൂതനോട്, മജൂസിയോട്, അതെ മുഹമ്മദി നൂഹി റിസാലത്തനുസരിച്ച് ഷഹാദത്ത് ബോധ്യപ്പെടുത്തി കൊടുത്ത സമൂഹം, നൂഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്തിന് ശേഷം റിസാലത്തിന് ലംഘനം, ആ കരാറിന് ലംഘനമുണ്ടാക്കി അവർ സ്വന്തം താല്പര്യമനുസരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് തെളിയിക്കാൻ മെനക്കെട്ടപ്പോൾ അവർ വലാലത്തിലേക്ക് പോയി, അവർ ശിർക്കിലേക്ക് പോയി, അവർ കുഫറിലേക്ക് പോയി, അവർ കരാറ് ലംഘിച്ചൊരു സമൂഹമായി മാറി. അവരെ തിരുത്താനാണ് ബഹുമാനപ്പെട്ട പ്രവാചകന്മാർ പിന്നെ യുഗാന്തരങ്ങൾ പിന്നിട്ട് ഓരോ കാലഘട്ടത്തെയും അതിജീവിച്ച് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ റിസാലത്ത് വരുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവരെ തിരുത്തി, നിങ്ങൾ നൂഹി റിസാലത്തനുസരിച്ച് അള്ളാഹ് കൊടുത്ത കരാറ് അത് പുതുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്, അത് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അന്നുള്ള അള്ളാഹ് കൊടുത്ത കരാറ് ഞാൻ ഈ പറയുന്നതനുസരിച്ച് എന്നെ അനുസരിച്ചുകൊണ്ട് നിങ്ങളത് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന്. അതെ, ഒരു ചെറിയ ശതമാനം ജനം മാത്രം അംഗീകരിച്ചു, ബാക്കിയുള്ളവർ തള്ളിയവർ കരാറ് ലംഘകരായി ജീവിച്ചു മരിച്ചു. അംഗീകരിച്ചവർ കരാറ് പാലിച്ചവരായിട്ട് ജീവിച്ചു മരിച്ചു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്തിന് ശേഷം ഇതേപോലെ ജനം വീണ്ടും സ്വന്തം ഹവയനുസരിച്ചും അതാത് കാലഘട്ടത്തിൽ ഉടലെടുക്കുന്ന ഹവയുടെ പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങൾ അനുസരിച്ചും അള്ളാഹുവിന് കൊടുത്ത കരാറിന് ലംഘനമുണ്ടാക്കി അവർ സ്വന്തം താല്പര്യമനുസരിച്ച് കരാറുകൾ പാലിക്കാൻ
കാണിക്കാൻ തുടങ്ങി. ആ കരാറുകൾ അവർക്ക് ഗുണം ചെയ്തില്ല, അതവരെ ലലാലത്തിലാക്കി. ചിലർ ഷിർക്കിലേക്ക് പോയി, ചിലർ കുഫറിലേക്ക് പോയി, ചിലർ കടുകടുത്ത ഫിസ്കിലേക്ക് പോയി. അതോടുകൂടി അവരെ കരാറ് ലംഘിക്കപ്പെടുകയും പിൻവലിക്കപ്പെടുകയും ചെയ്തു. ആ രീതിയിൽ കരാറ് ലംഘകരായിട്ട് ജീവിച്ചവർ മരിച്ചു. അവരെ തിരുത്താൻ ആ ഇബ്രാഹിമിൻ്റെ മകൻ ഇസ്ഹാഖ് രംഗത്ത് വന്നു, ഇപ്പുറത്ത് ആ ഇബ്രാഹിമിൻ്റെ മകൻ ഇസ്മായിൽ രംഗത്ത് വന്നു. അവരിലൂടെ വീണ്ടും അത് പുനർജീവിപ്പിക്കപ്പെട്ടു. അവർ അത് കൃത്യമാക്കി കൊടുത്തു. നിങ്ങൾ അന്ന് ആദമിൻ്റെ കാലഘട്ടത്തിൽ കൊടുത്ത ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാ, അന്ന് ലാ ഇലാഹ ഇല്ലല്ലാ തെളിയിക്കാൻ തിരഞ്ഞെടുത്ത വഴി ആദമിൻ്റെ നുബുവത്താണ്. അത് കഴിഞ്ഞിട്ട് നൂഹിൻ്റെ കാലഘട്ടത്തിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത വഴി നൂഹിൻ്റെ റിസാലത്താണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉപ്പപ്പ ഇബ്രാഹിമിൻ്റെ കാലഘട്ടത്തിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത വഴി ഇബ്രാഹിമി റിസാലത്തനുസരിച്ച് ആ ഷഹാദത്താണ്, ആ കരാറാണ്. ആ കരാറാണ് നിങ്ങൾ പൂർത്തിയാക്കിയത്. ഞാൻ നിങ്ങളോട് പറയുന്നത് ആ കരാറിൽ തന്നെ തുടരണമെന്നാണ്. പുതിയൊരു സംവിധാനം ഉണ്ടാവരുത്, പുതിയൊരു മതം ഉണ്ടാവരുത്, പുതിയൊരു സിദ്ധാന്തം ഉണ്ടാവരുത്. ആ കരാറനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം. ആ കരാറിൻ്റെ ലിങ്ക്, ആ കരാറിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഈ പറയുന്നത്. ബഹുമാനപ്പെട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൽ ചെന്ന് അവസാനിച്ചു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കാലഘട്ടത്തിൻ്റെ ജനതയോട് ഇത് കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തരാൻ, അള്ളാഹുമായിട്ട് മനുഷ്യൻ നടത്തിയ കരാറ് പുതുക്കാണമെന്ന ഉണർവുമായിട്ട് വന്നവരാണ് ഞാൻ, മുന്നറിയിപ്പുമായിട്ട് വന്നവനാണ് ഞാൻ. നിങ്ങൾ ആ കരാറ് പുതുക്കണം, അത് കരാറ് പുതുക്കണം. ഇസ്രായേലി സമൂഹം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രബോധനമനുസരിച്ച് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമുമായിട്ട് കരാറിൽ ഏർപ്പെട്ടു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മൂസ റസൂലുള്ള. അതെ, കണക്ഷൻ എങ്ങനെ പോകുന്നു? മൂസയിൽ നിന്ന് ഇബ്രാഹിമിലേക്ക്, ഇബ്രാഹിമിൽ നിന്ന് നൂഹിലേക്ക്, നൂഹിൽ നിന്ന് ആദമിലേക്ക്, ആദമിൽ നിന്ന് അറശിലേക്ക്, അതെ അർവാഹിൻ്റെ ലോകത്തേക്ക്, ആ കരാറ് ചെയ്ത ലോകത്തേക്ക്. ആ കരാറ് ചെയ്ത ലോകവുമായിട്ട് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ ബന്ധപ്പെടുകയാണ് ഈ ഷഹാദത്ത് പുനഃപ്രഖ്യാപനത്തിലൂടെ. ബഹുമാനപ്പെട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ, അതേപോലെ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വഫാത്തിന് ശേഷം ആ സമൂഹം കരാറ് ലംഘിച്ചു. ആ കരാറ് ലംഘിച്ച സമൂഹത്തെയാണ് നാം ജൂതർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജൂതന്മാർ കരാറ് ലംഘിച്ചവരാണ്. അവർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ധിക്കരിച്ചു, ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ധിക്കരിച്ചു. അവർ പൂർണ്ണമായും അവരുടെ ഹവയിലേക്കും ധിക്കാരത്തിലേക്കും തിരിച്ചുപോയി. അവർ ധിക്കാരികളായി, ഭൂമിലോകം മുഴുവനും കരാറ് ലംഘകരായി, തോന്നിയവാസികളായി. അത് വേറൊരു വഴിക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതേ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളും ഇസ്രായേലി സംവിധാനവും അതേപോലെ തന്നെ ഫലസ്തീൻ സംവിധാനവും ജ്യേഷ്ഠൻ്റെയും അനുജൻ്റെയും മക്കൾ തമ്മിലുള്ളൊരു സംഘടന മാത്രമാണ്. അതിൽ മുന്നാംകടക്കാരായ ഇറാനിയൻ ഷീഈയത്തിനോ അതേപോലെ തന്നെ പഴയകാല പേർഷ്യൻ സംസ്കാരത്തിനോ ഒരു ബന്ധവുമില്ല, ബന്ധപ്പെടേണ്ട ആവശ്യവുമില്ല, ബന്ധപ്പെടാൻ നാം അനുവദിക്കുകയുമില്ല. ഇത് വിഷയം ഉപ്പാൻ്റെ രണ്ട് മക്കളുടെ മക്കൾ തമ്മിൽ, അത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു മകൻ ഇസ്ഹാഖ് നബി, ആ ഇസ്ഹാഖ് നബിൻ്റെ പേരക്കുട്ടികളാണ് ഇസ്രായേലിയർ. ആ ഇബ്രാഹിം നബിൻ്റെ വേറൊരു മകനായ ഇസ്മായിലിൻ്റെ പേരക്കുട്ടികളാണ് അറബികൾ. അപ്പോൾ ഇസ്ഹാഖിൻ്റെയും ഇസ്മായിലിൻ്റെയും പേരക്കുട്ടികൾ തമ്മിൽ തറവാട്ടുമായി ബന്ധപ്പെട്ട, തറവാടുമായി അഥവാ ഖുദുസുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള തർക്കങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ തർക്കങ്ങളെ, ആ കുടുംബ പ്രശ്നങ്ങളെ, ആ ആദർശ പ്രശ്നങ്ങളെ അത് മുതലെടുത്തുകൊണ്ട് ആധുനിക രാഷ്ട്രീയ സംവിധായകന്മാർ പഴയ റോമൻ സാമ്രാജ്യം സ്ഥാപിക്കാൻ മെനക്കെടുന്നു. ഇറാൻ്റെ നേതൃത്വത്തിൽ പഴയ പേർഷ്യൻ സാമ്രാജ്യം സ്ഥാപിക്കാൻ മെനക്കെടുന്നു. അതേപോലെ തന്നെ ഹിജാസിൻ്റെ നേതൃത്വത്തിൽ അന്നുണ്ടായിരുന്ന ഷിർക്കിയൻ സംവിധാനം വേറൊരു ഭാഗത്ത് സ്ഥാപിക്കാൻ മെനക്കെടുന്നു. അതിനൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ കാരണമാക്കുകയും ചെയ്യുന്നു. അത് നമുക്ക് മറ്റൊരവസരത്തിൽ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. ബഹുമാനപ്പെട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിമിൻ്റെ മകൻ ഇസ്ഹാഖിൽ നിന്ന് കിട്ടിയ പാരമ്പര്യത്തെ വളരെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുകയും ആ ഷഹാദത്ത് പുതുക്കുകയും ചെയ്തു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്തിന് ശേഷം ആ സമൂഹം കരാറ് ലംഘിച്ചു, അവർ ജൂതന്മാരായിട്ട് പോയി. തുടർന്ന് വരുന്നത് പിന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇമ്രാൻ്റെ കുടുംബത്തിൽ. ആ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും ആ കരാറിനെ സംബന്ധിച്ച് തന്നെയാണ് ഓർമ്മിപ്പിച്ചത്. ആദം ഓർമ്മിപ്പിച്ച കരാർ, നൂഹ് അതെ 12,000 കൊല്ലം മുമ്പ് ആദം ഓർമ്മിപ്പിച്ച കരാർ, 9,000 കൊല്ലം മുമ്പ് നൂഹ് ഓർമ്മിപ്പിച്ച കരാർ, 6,000 കൊല്ലം മുമ്പ് ഇബ്രാഹിം ഓർമ്മിപ്പിച്ച കരാർ, 4,000 കൊല്ലം മുമ്പ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഓർമ്മിപ്പിച്ച കരാർ. ബഹുമാനപ്പെട്ട ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം 2,000 കൊല്ലം മുമ്പ് ഫലസ്തീൻ കേന്ദ്രമാക്കിക്കൊണ്ട്, അതേ പ്രവാചകന്മാരുടെ തറവാട് കേന്ദ്രമാക്കിക്കൊണ്ട് ഈ കരാർ ഓർമ്മിപ്പിക്കുകയാണ്. ആ ധിക്കരിച്ചു പോയ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ധിക്കരിച്ചു പോയ ആ കരാർ ലംഘകരായ
പ്രവാചകരായ അവരിൽ നിന്നും ഒരു സമൂഹം ഇസ്ലാമിലേക്ക് വീണ്ടും വന്നു. അഷ്ഹദു അന്ന മുഹമ്മദ് ഈസാ റസൂലുള്ളാഹി എന്ന ഷഹാദത്തിലൂടെ. അതേപോലെ തന്നെ അതിനു മുമ്പ് പോയ ഇബ്രാഹിമി ഇറാനിയൻ സമൂഹത്തിലെ പേർഷ്യൻ സമൂഹത്തിൽ നിന്നുള്ളവരും ആ കരാറിലേക്ക് തിരിച്ചു വന്നു. അതേപോലെ തന്നെ ഇറാഖിയൻ നൂഹി സംവിധാനം 9000 കൊല്ലം നൂഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് റിസാലത്തനുസരിച്ച് കരാറ് കൊടുത്ത ആ സമൂഹവും തിരിച്ചു വന്നു. അഷ്ഹദു അന്ന ഈസാ റസൂലുള്ളാഹി എന്ന സംവിധാനത്തിൽ ഒരുമിച്ച് കൂടി. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ നിയോഗമനുസരിച്ച് എങ്ങനെയാണോ ഈസ നബി അള്ളാഹു നിർമ്മിച്ചത് ആ നിർമ്മാണത്തിൽ അടങ്ങിയിരിക്കുന്ന ദൃഷ്ടാന്തം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആകാശയാത്രയിലും അള്ളാഹു താല ബന്ധിപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനായിരിക്കാം ഈസ നബി അന്ന് അങ്ങനെ നിർമ്മിച്ചത് എന്ന് മാത്രമേ നമുക്കത് മനസ്സിലാകുന്നുള്ളൂ. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ അസ്തിത്വ നിർമ്മാണത്തിൽ തന്നെ അള്ളാഹു താല ദൃഷ്ടാന്തം കൃത്യമായി കാണിച്ചിട്ടുണ്ടെങ്കിൽ വരാനിരിക്കുന്ന കാര്യം നന്നായി അറിയുന്നവൻ അള്ളാഹുവാണ്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഈസ നബിൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട ആ അദൃശ്യ സിദ്ധാന്തത്തെ തന്നെയാണ് ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിഷേധിക്കാൻ ഒരു മുഅ്മിനിന് കഴിയില്ല. എന്തുകൊണ്ട്? അള്ളാഹു നേരത്തെ ഇടപെട്ട വിഷയം തന്നെയാണത്. ജഅലഹു ആയത്തൻ ലിന്നാസി വറഹ്മത്തൻ മിന്നാ. ഈസയെ മനുഷ്യർക്കൊരു ദൃഷ്ടാന്തവും എന്നിൽ നിന്നൊരു റഹ്മത്തുമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞതിൽ നിന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ആ റഹ്മത്തിനെ, ആ ദൃഷ്ടാന്തത്തെ അള്ളാഹുവിലേക്ക് ചേർത്തിരിക്കുകയാണ്. ഒരു ദിവസം ആ ദൃഷ്ടാന്തം വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചു വരും. അന്ന് ഇബ്രാഹിമി കുടുംബത്തിലെ ഇസ്ഹാക്കിൻ്റെയും ഇസ്മായിലിൻ്റെയും പേരക്കുട്ടികളായ ഇസ്രായേല്യരും അതേപോലെ തന്നെ അറബികളും ആ മക്കളെ തമ്മിൽ എന്ത് ചെയ്യണമെന്ന തീരുമാനം അന്ന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം എടുക്കുകയും ധിക്കാരികളെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അപാരമായ സഹായത്തോടെ കൈകാര്യം ചെയ്യുകയും അനുസരണമുള്ളവർ അന്ന് ഭൂമിയുടെ സത്യത്തിൻ്റെ സാക്ഷികളാക്കുകയും ആ സാക്ഷിത്വം അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങളെ കൊണ്ട് ഭൂമിയിൽ നിറച്ച് ആ തലമുറയ്ക്ക് ശേഷം അവസാന നാളിലേക്കുള്ള നടപടിക്രമങ്ങളിലേക്ക് അള്ളാഹു കടക്കുകയും ചെയ്യും. അത് നമുക്ക് അപ്പം ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് ചേർന്നതിന് ശേഷം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനം വീണ്ടും ആ ഷഹാദത്തിനെ ധിക്കരിച്ചു, ആ കരാറ് ലംഘിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്ഥാപിക്കാൻ അഷ്ഹദു അന്ന ഈസാ റസൂലുള്ളാഹി ആക്കുന്ന സ്ഥാനത്ത് അവർ അഷ്ഹദു അന്ന ഈസാ ഇബ്നുല്ലാഹ്, അള്ളാഹ്ക്ക് പകരമുള്ള അള്ളാഹിൻ്റെ മകരമാണ് ഈസ എന്ന ധിക്കാരപരമായ സാക്ഷിത്വത്തിലൂടെ അവർ കരാറ് പൊളിച്ചു. മനുഷ്യ ചരിത്രത്തോട് വെല്ലുവിളി നടത്തിക്കൊണ്ട് അവർ ആ കരാറ് അവരുടെ കരാറ് പ്രചരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വീണ്ടും ഒരു സമൂഹം ഉടലെടുത്തു. അവരെയാണ് നാം ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. പരമ്പരാഗതമായി അള്ളാഹ്ക്ക് കൊടുത്ത കരാറ് ലംഘിച്ച അവസാനത്തെ കണ്ണിയാണവർ ക്രിസ്ത്യാനികൾ. ഇവരെ എല്ലാവരെയും വീണ്ടും ഷഹാദത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാനായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നിയോഗം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം കരാറ് ലംഘിച്ചു പോയ ക്രിസ്ത്യാനികളെ, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം കരാറ് ലംഘിച്ചു പോയ ജൂതന്മാരെ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം കരാറ് ലംഘിച്ചു പോയ പേർഷ്യക്കാരെ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം കരാറ് ലംഘിച്ചു പോയ ഇറാഖികളെ, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം കരാറ് ലംഘിച്ച മനുഷ്യ മക്കളെ മുഴുവനത്തിനെയും ഒരു കണ്ണിയിൽ ചേർത്ത് വീണ്ടും ഷഹാദത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ വന്ന പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുഹമ്മദി റിസാലത്തിൻ്റെ പ്രത്യേകത. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണ് എന്ന് അതിൻ്റെ ഹിക്മത്ത് അതാണ്. ഇനിയൊരു പ്രവാചകൻ വരേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിലല്ലേ കാര്യം വരുന്നുള്ളൂ, അങ്ങനത്തെ ഒരു ചർച്ച വരുന്നുള്ളൂ. കാരണം ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നുബുവത്ത് മുതൽ ഈസ നബിൻ്റെ റിസാലത്ത് വരെയുള്ള സുദീർഘമായ കാലഘട്ടത്തെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ആകാശലോകത്ത് മനുഷ്യാത്മാക്കൾ അള്ളാഹ്ക്ക് കൊടുത്ത ഉറപ്പ് ഓർമ്മപ്പെടുത്താൻ വേണ്ടി വന്ന പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. അതാണ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതാണ് ഡോക്ടർ രേഖ ആ ഉമ്മ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ്. മനുഷ്യ ചരിത്രത്തോളം നീണ്ടു കിടക്കുന്ന വിശാലമായ 10,000-15,000 വർഷത്തെ ചരിത്രത്തെ കോർത്തിണക്കിക്കൊണ്ട് പുതിയ ലോകത്തിന് ഒരു പുതിയ പ്രകാശമിട്ട് കൊടുക്കുകയാണ് ഡോക്ടർ രേഖ ചെയ്തത്. എനിക്ക് വാക്കുകളില്ല അതിനെപ്പറ്റി എങ്ങനെയാണ് വിശദീകരിക്കേണ്ടത് എന്ന്. ഇൻഷാ അല്ലാഹ് ഒരു നാളുകളിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്താണ്, അത് ഡോക്ടർ രേഖയുടെ നാവിലൂടെ ആ ഉമ്മാൻ്റെ ചെവിയിലേക്ക് എത്തുമ്പോൾ പ്രപഞ്ചത്തിൽ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാനിരിക്കുന്നേ ഉള്ളൂ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്തനുസരിച്ചാണ്
അള്ളാഹു ഖിയാമത്ത് നാൾ വരെ ദീനുൽ ഇസ്ലാമിനെ സംവിധാനിക്കുന്നത്. ഒരു ഭാഗത്ത് ഈമാനും മറ്റൊരു ഭാഗത്ത് അഅ്മാലും. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കൊടുത്ത ഷഹാദ മുഹമ്മദി റിസാലത്തനുസരിച്ച് തെളിയിക്കാൻ ബാധ്യസ്ഥരായ മനുഷ്യർക്ക് ആദ്യമായി അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുക്കുന്നത്, ആ കരാറിന് ശേഷം നിശ്ചയിച്ചു കൊടുക്കുന്നത് നിസ്കാരമാണ്. പിന്നെ നോമ്പ്, പിന്നെ സക്കാത്ത്, പിന്നെ ഹജ്ജ്, പിന്നെ അതുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും. അവാമിറുകൾ മഅറൂഫാത്തുകൾ, നല്ല കാര്യങ്ങൾ മുഴുവനും നിർവഹിക്കാനുള്ള കൽപ്പന, മുങ്കറാത്തുകൾ മുഴുവനും ഒഴിവാക്കാനുള്ള കൽപ്പന, ഇത് മുഴുവനും മുഹമ്മദി റിസാലത്തിൻ്റെ ഷഹാദത്തുമായി ബന്ധപ്പെട്ടതാണ്. അതെ, ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ വിഷയം അതാണ്. ഇത് ശവ്വാൽ മാസമാണ്. നമ്മളന്ന് തുടങ്ങിയതാണ് ഒരുപാട് നാളുകൾക്ക് മുമ്പ്. ഇപ്പോൾ നാം ബന്ധനത്തിലാണ്, നാം മഅ്സൂരിങ്ങളാണ്, അല്ലാഹുവിൻ്റെ ബന്ധനത്തിലാണ്, പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. ഇവിടെ ആരെയും കുറ്റം പറയണ്ട, ഭരണകൂടത്തെ കുറ്റം പറയണ്ട, ഡിപ്പാർട്ട്മെൻറ്റിനെ കുറ്റം പറയണ്ട, ആരുടെയും പെരടിക്ക് ചാക്കണ്ട. ഇത് അള്ളാഹുവിൻ്റെ സംവിധാനമാണ്. അള്ളാഹുവിൻ്റെ സംവിധാനത്തെപ്പറ്റിയുള്ള ബോധം നമുക്കുണ്ടാവണം. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അള്ളാഹുവിൻ്റെ സംവിധാനത്തെ നാം എങ്ങനെ നേരിടണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച വിപുലമാകണം. നമ്മുടെ ഉലമാക്കൾ, സംഘടനാ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ, അത്തരക്കാർ അള്ളാഹുവിനെ ഇടപെടിപ്പിക്കുന്ന കാര്യത്തിൽ അലംഭാവം കാണിക്കുന്നത് ഒരു വലിയ മാരകമായ അബദ്ധമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. സംഭവങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും അതിൽ അള്ളാഹുവിൻ്റെ ഇടപെടലുകളെ സസൂക്ഷ്മം സമൂഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് എത്തിക്കേണ്ടവർ അസ്ബാബുകളുടെ ഇടപെടലുകളെ സംബന്ധിച്ചുള്ള കണക്ക് കൂട്ടലുകളും കുറക്കലുകളുമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിരാശാജനകമാണ്. ഇത് കണ്ടും കേട്ടും മനസ്സ് മരവിച്ചിരിക്കുകയാണ്. അതായത് അള്ളാഹുവിനെ സംഭവങ്ങൾ നടക്കുമ്പോൾ, അമ്രുകൾ നടക്കുമ്പോൾ, സംഭവങ്ങൾ നടക്കുമ്പോൾ ആ അവാമിറുകളുടെ മാലിക്കായ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നതിന് പകരം ആ കൽപ്പനകളെയും ആ സംഭവങ്ങളെയും നിയന്ത്രിക്കുന്നതിന് വേണ്ടി അള്ളാഹ് നിശ്ചയിച്ച അസ്ബാബുകളെ പരിചയപ്പെടുത്തിക്കൊടുത്ത് അതിൻ്റെ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും വിശദീകരിച്ച് അതിൻ്റെ ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരെ വിശദീകരിച്ച് സമയം കളയുമ്പോൾ നമുക്ക് നിരാശ തോന്നുന്നു. ഇല്ല, ഒരിക്കലുമില്ല. സംഭവങ്ങളുടെ മാലിക് അള്ളാഹുവാണ്. സംഭവങ്ങളുടെ ലഹുൽ ഖൽഖ് വൽ അള്ളാഹുവിനാണ് നിർമ്മിക്കാനുള്ള അധികാരം. നിർമ്മാണത്തിന് ശേഷം നിയമനിർമ്മാണവും ആ നിയമം നടപ്പിലാക്കാനുള്ള അധികാരവും അള്ളാഹു തആലക്ക് അവകാശപ്പെട്ടതാണ്. അതൊരിക്കലും അള്ളാഹു മറ്റൊരാൾക്കും വിട്ടുകൊടുത്തിട്ടില്ല, ഒരു വസ്തുവിന് വിട്ടുകൊടുത്തിട്ടില്ല, ഒരു ശക്തിക്ക് വിട്ടുകൊടുത്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് അത് ഏത് രീതിയിലാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ വിഷയം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അഅ്മാലുകളെ, അനുഷ്ഠാനങ്ങളെ സമയകാലങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ആദ്യത്തെ ചർച്ച, അള്ളാഹു 7 മാസങ്ങളുമായിട്ടാണ് അനുഷ്ഠാനങ്ങളെ ബന്ധിപ്പിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദത്തിനെ ബോധ്യപ്പെടുത്തുന്നത് എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 7 മാസങ്ങൾ, അത് അല്ലാഹു നേരത്തെ പറഞ്ഞ വിഷയം നാം പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികൾ നിർമ്മിച്ച് തിരിച്ചുവിട്ട 1-ാം തീയതി മുതൽ അല്ലാഹു സമയത്തെയും കാലത്തെയും നിശ്ചയിക്കുന്നതിന് 12 മാസത്തെയാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത് എന്ന്. ആ 12 മാസത്തിൽ 7 മാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകളുമായിട്ട്, ഈമാനുമായി, ശരീഅത്തുമായി ബന്ധിപ്പിച്ചു. 5 മാസത്തെ അല്ലാഹു ന്യൂട്രലാക്കി നിർത്തി, സ്വതന്ത്രമാക്കി നിർത്തി. പ്രത്യേകമായ അമലുകളുമായോ വിശ്വാസ പ്രമാണങ്ങളുമായോ ഒന്നും ബന്ധമില്ലാതെ മാറ്റി നിർത്തി. എന്താ കാര്യം? അതിൽ 1-ാമത്തെ മാസം റജബ് മാസമാണ്, നാം അത് വിശദീകരിച്ചിട്ടുണ്ട്. 2-ാമത്തെ മാസം ശഅബാൻ മാസമാണ്, നാം അത് വിശദീകരിച്ചിട്ടുണ്ട്. 3-ാമത്തെ മാസം റമദാൻ മാസമാണ്, അതും നാം വിശദീകരിച്ചുകൊണ്ട് വിശദീകരിച്ച് തീർന്ന് പോകുമ്പോഴേക്കാണ് നാം ലോക്കിലായത്. ഈ ലോക്കിൽ നിന്ന് അല്ലാഹു തആല കരുണയുള്ള അല്ലാഹ്, ലത്തീഫായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, റഊഫായ അല്ലാഹ്, വദൂദായ അല്ലാഹ്, ഖഹ്ഹാറായ അല്ലാഹ്, വാഹിദുൽ ജബ്ബാറുമായ അല്ലാഹ് ഈ ലോക്കിൽ നിന്ന് എത്രയും പെട്ടെന്ന് ലോകത്തെ മോചിപ്പിച്ചു തരികയും അള്ളാഹുവിനെ സംബന്ധിച്ച് ലോകത്തോട് വിളിച്ചു പറയാനുള്ള മൈതാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് തുറന്നു തരികയും ചെയ്യട്ടെ. തീർച്ചയായിട്ടും തുറക്കപ്പെടും, തീർച്ചയായിട്ടും തുറക്കപ്പെടും. സംശയമില്ലാത്ത കാര്യമാണ്. മുഅ്മിനീങ്ങൾ നിരാശരാവരുത്. ശുദ്ധികലശമാണ്. ലിയബീസല്ലാഹുൽ ഖബീസ മിനത് തയ്യിബ്. വൃത്തിയുള്ളതിൽ നിന്ന് ചീത്തയെ മാറ്റിയെടുക്കാനുള്ള ധൃതിയില. അത് അല്ലാഹു തആല അവൻ്റെ ഹിക്മത്തനുസരിച്ചും അവൻ്റെ സുന്നത്തനുസരിച്ചും, അള്ളാഹ്ക്കൊരു സുന്നത്തുണ്ട്, ലോകക്രമത്തിനൊരു സുന്നത്തുണ്ട്, ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം അനുസരിച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ തീർച്ചയായിട്ടും സത്യവിശ്വാസികൾക്ക്, സത്യം അന്വേഷിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇപ്പോൾ ശവ്വാൽ മാസത്തിലാണ് നാം.
ആ 7 മാസത്തിൽ റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ 4-ാമത്തെ മാസമാണ് ശവ്വാൽ. ശവ്വാൽ ഇബാദത്തിൻ്റെ മാസമാണ്, ഇക്റാമിൻ്റെ മാസവുമാണ്, ആദരിക്കാനും ബാധ്യതയുള്ള മാസമാണ്, ആദരവിൻ്റെ മാസമാണ്, അനുഷ്ഠാനത്തിൻ്റെയും മാസമാണ്. അല്ലാഹു തആല ശവ്വാലുമായിട്ട് അനുഷ്ഠാനങ്ങൾ ബന്ധിപ്പിച്ചു. അതിലൊന്നാമത്തത് ഈദുൽ ഫിത്തറാണ്. സഹോദരങ്ങളെ, ഈദുൽ ഫിത്തർ ശവ്വാൽ മാസം 1-ാം തീയതി നടക്കുന്ന അമലാണ്. ശവ്വാൽ മാസം 1-ാം തീയതി നടക്കുന്ന അമലാണ് ഈദുൽ ഫിത്തർ. അതെ, ശവ്വാൽ മാസത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത് തന്നെയാണ്. ഒരു മാസക്കാലം നോമ്പനുഷ്ഠിച്ച് രാത്രികാലങ്ങളിൽ നിന്ന് നിസ്കരിച്ച സത്യവിശ്വാസികൾക്ക് സന്തോഷത്തിൻ്റെ പ്രഖ്യാപനവുമായി മലക്കുകൾ മുസാഫഹ ചെയ്യാൻ ഭൂമിയിൽ അണിനിരക്കുന്ന ദിവസമാണ് ശവ്വാൽ 1, ഈദുൽ ഫിത്തറിൻ്റെ ദിവസം. അന്ന് നാം പെരുന്നാൾ എന്ന ഈദ് ആഘോഷം എന്ന നിലക്കാണ് ആ ദിവസത്തെ നാം കാണുന്നത്. അതെ, എന്തിൻ്റെ ആഘോഷം? ഒരു മാസം നോമ്പനുഷ്ഠിച്ചവർ അള്ളാഹുവിൻ്റെ മലക്കുകളുമായി സന്ധിക്കുന്ന ആഘോഷം. ആകാശലോകത്ത് ഉത്സവമാണെന്ന് മൂമിനീങ്ങളുടെ കാര്യത്തിൽ. ഭൂമിയിൽ ജീവിക്കുന്ന മൂമിനീങ്ങൾ ഒരു മാസക്കാലം ചെയ്ത ത്യാഗത്തിൻ്റെ പേരിൽ ആകാശലോകത്ത് ഉത്സവമാണ് മലക്കുകളുടെ. ആ മലക്കുകളുടെ ഒരു വിഭാഗമാണ് ഭൂമിയിലേക്ക് അല്ലാഹ് പറഞ്ഞു വിടുന്നത്. മുഹമ്മദ് ഈ ഉമ്മത്തിൻ്റെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ, ആഘോഷത്തിൽ പങ്കെടുക്കാൻ, സലാം പറയാൻ, മുസാഫഹ ചെയ്യാൻ, വീടുകളിൽ കയറി ഇറങ്ങാൻ, അങ്ങാടികളിൽ കയറി ഇറങ്ങാൻ, പള്ളികളിൽ കയറി ഇറങ്ങാൻ. അതെ, ശവ്വാൽ മാസം അത് നടന്നു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് വരുന്നത് ശവ്വാൽ 2 മുതലുള്ള 6 ദിവസത്തെ നോമ്പാണ്. സിത്തത്തു മിൻ ശവ്വാൽ, ശവ്വാലിൽ നിന്നുള്ള 6 നോമ്പ്. മൻ സാമ റമളാൻ ثم أتبعه 6 من شوال كان كمن صام الدهر كله. ശവ്വാൽ മാസത്തിൽ ഒരുത്തൻ 6 നോമ്പ് അനുഷ്ഠിച്ചാൽ 6 നോമ്പിന് റമളാനത്തിൽ ഒരുത്തൻ നോമ്പ് നോക്കുകയും ആ നോമ്പുമായിട്ട് ശവ്വാലിൽ നിന്നൊരു 6 നോമ്പിനെ തുടർത്തുകയും ചെയ്താൽ 1 വർഷം മുഴുവനും നോമ്പ് നോറ്റവനെ പോലെ അള്ളാൻ്റെ കിതാബിൽ റെക്കോർഡായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാന, അവൻ ആയി, കമൻ ഒരുത്തനെ പോലെ, സാമ, അവൻ നോമ്പ് നോറ്റു, അദ്ദഹ്റ കുല്ല, 1 കൊല്ലം മുഴുവൻ. അതും കഴിഞ്ഞ് ഇനി അങ്ങോട്ട് പോകുന്നത് ശവ്വാൽ മാസത്തിൻ്റെ പ്രത്യേകത ഹജ്ജിൻ്റെ മാസങ്ങളിൽപ്പെട്ട 1-ാമത്തെ മാസമാണ് ശവ്വാൽ. ശവ്വാൽ 1 മുതൽ ഹജ്ജിന് ഇഹ്റാം കെട്ടാൻ അനുവാദമുണ്ട്. അതെ, അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്, ഹജ്ജ് അറിയപ്പെട്ട ചില മാസങ്ങളാണ്. ശവ്വാൽ 1 മുതൽ തുടങ്ങി ദുൽഹജ്ജ് 13 അവസാനിക്കുന്ന സുദീർഘമായ 2.5 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഹജ്ജിൻ്റെ അമാലുകൾക്ക് തുടക്കം കുറിക്കുകയാണ് ശവ്വാൽ 1 ഇതാണ് ഈ മാസത്തിൻ്റെ വേറൊരു പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന ബഹുമാനവും പരിഗണനയും കണ്ട് ആരെങ്കിലും അതിൽ നല്ലതല്ലേ എന്നും പറഞ്ഞിട്ട് എന്തെങ്കിലും കൂട്ടുന്നുണ്ടോ എന്ന് അല്ലാഹു തആലക്ക് അറിയണം. സുന്നത്തല്ലേ എന്നും പറഞ്ഞിട്ട് ആരെങ്കിലും കുറക്കുന്നുണ്ടോ, ഇതും അല്ലാഹു തആലക്ക് അറിയണം. എന്തിനാണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ അപ്പോൾ മാത്രമേ ക്ലിയർ ആവുകയുള്ളൂ. ആ കരാർ അപ്പോഴേ പൂർത്തിയാവുകയുള്ളൂ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പന ഞാൻ പൂർത്തിയാക്കും. എങ്ങനെ പൂർത്തിയാക്കും? അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദിൻ്റെ റിസാലത്തനുസരിച്ച്, മുഹമ്മദ് പ്രവാചകൻ്റെ ശരീഅത്തനുസരിച്ച് ഞാൻ പൂർത്തിയാക്കും. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഗൗരവത്തോടെ മനസ്സിലാക്കാനും ഇനി അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് അനുബന്ധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാനും ആഗ്രഹമുണ്ട്. പല വിഷയങ്ങളും, പലമാതിരി സംഭവങ്ങളും, പലമാതിരി ഡയലോഗുകളും, അതായത് നല്ലതും ചീത്തയുമായ ഷിർക്കിൻ്റെ വാക്കുകൾ, കുഫറിൻ്റെ വാക്കുകൾ, രിദ്ദത്തിൻ്റെ വാക്കുകൾ, മുസ്ലിമീങ്ങളായ ചില ആൾക്കാരിൽ നിന്നും മറ്റും, അതേപോലെ തന്നെ ബിദ്അത്തിൻ്റെ പ്രബോധനങ്ങളും പ്രചാരണങ്ങളും ഈ പുരോഹിതന്മാരിൽ നിന്നും അതേപോലെ തന്നെ മറ്റു പലരിൽ നിന്നും സഹിക്കാൻ പറ്റാത്ത പലതും കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ മനവിച്ച മനസ്സുമായി ഇരിഞ്ഞു പോകേണ്ടി വരുന്നു. ഇന്ന് വെള്ളിയാഴ്ച ജുമഅക്ക് എവിടെയും കൂടാൻ പറ്റാത്ത ദിവസം വീട്ടിൽ തന്നെ കുട്ടികളെയും വിളിച്ചു കൂട്ടി ളുഹർ നമസ്കാരം നിർവഹിച്ചു. അതിനുശേഷം മനസ്സിനൊരു തേട്ടം, മനസ്സിനൊരു സമ്മർദ്ദം, എന്തെങ്കിലും സ്വന്തമായിട്ടും ഇരുന്നപ്പോൾ മനസ്സിലൊരു സമ്മർദ്ദം, എന്തെങ്കിലും പറ. അങ്ങനെ ഇരുന്ന് ഇത്രയും വാക്കുകൾ പറയാൻ അവസരമുണ്ടായതാണ്. ഇത്രയും വാക്കുകൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ആകാശം നോക്കിയിട്ട് ഇരുന്നിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹ് നല്ലൊരവസ്ഥ ഉണ്ടാക്കി തരണേ അല്ലാഹുവേ, നിന്നെ സംബന്ധിച്ച് പറയാൻ, നിന്നെപ്പറ്റി ചർച്ച ചെയ്യാൻ, അത് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രാവർത്തികമാക്കാൻ
അത് ഉമ്മത്തിന് ഹൈറായ നിലക്ക് പുലംബിക്കാൻ അള്ളാഹുവേ മനുഷ്യ ലോകത്തിന് മുഴുവനും ഹൈറാവാൻ എന്താണോ വേണ്ടത് അതിനുള്ള വഴി നീ ഒരുക്കിത്തരികയും തുറന്നു തരികയും ചെയ്ത ഈ ലോക്ക് നീ ഒന്ന് അയച്ചതാ ഇതിന് കാരണമായ ഈ മഹാമാരി ഒന്ന് നീ അല്ലാഹുവേ നീ പിൻവലിക്കല്ലാഹുവേ. എല്ലാം അന്ത അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവൻ, ഒരു സെക്കൻഡ് വെച്ചിട്ട് ഇല്ലാതാക്കാൻ കഴിവുള്ളവൻ ആണ് നീ. പക്ഷെ നിനക്കൊരു സുന്നത്തുണ്ട്, ആ സുന്നത്ത് നീ തീരുമാനിച്ചാൽ അത് പൂർത്തിയാക്കാതെ ഇരിക്കുകയില്ല. ഈ അടിമകളോട് കരുണ കാണിക്കണേ അടിമകളോട് ദയ കാണിക്കണേ പുതിയ ഭരണകൂടം അധികാരത്തിലേറ്റിരിക്കുകയാണ്. തീർച്ചയായിട്ടും സകല ഭാവുകങ്ങളും നേരുകയാണ്, സകല ആശംസകളും നേരുകയാണ്. അതെ, വസ്തുക്കളെ കൈകാര്യം ചെയ്യാൻ അള്ളാഹു തിരഞ്ഞെടുത്ത പ്രതിനിധികൾ. നാം പണ്ടേ പറയാറുണ്ട്, ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യൻ രാഷ്ട്രീയത്തിനും ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണ്? ഈ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് അതിന് ഉപയുക്തമായ അസ്ബാബുകളെ, അതിനാവശ്യമായ വസ്തുക്കളെ സംഘടിപ്പിച്ച് സപ്ലൈ ചെയ്യുക എന്ന ഉത്തരവാദിത്തമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന അനുസരിച്ച് ഭരണകൂടത്തിൻ്റെ മേൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ആ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിഭാഗം ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റ സന്തോഷമായ ഒരുപാട് വിഷയത്തിൽ. ഒന്ന്, ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്തത് അള്ളാഹുവിൻ്റെ നാമത്തിൽ, മറ്റേ 4-5 ആൾ സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവത്തിൻ്റെ നാമത്തിൽ, മറ്റു ചിലർ സ്വന്തം താക്കത്തിൻ്റെ കാര്യത്തിൽ. അതായത് തീർച്ചയായിട്ടും അത് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ്. തീർച്ചയായും ആ അള്ളാഹു, ആ ദൈവം, അതെ ആ അള്ളാഹു നൽകിയ സധൈര്യം ബാക്കിയുള്ളവർക്ക്, അള്ളാഹു നൽകിയ സധൈര്യം ഇതെല്ലാം വെച്ചുകൊണ്ട് അടുത്ത 5 കൊല്ലത്തേക്ക് ഈ രാജ്യത്തിലെ 3 കോടിയിലധികം ജനങ്ങളെ നിയന്ത്രിക്കാൻ ആവശ്യമായ ഏർപ്പാടുകൾ അള്ളാഹുവിൽ നിന്ന് കിട്ടണം, അസ്ബാബ് അള്ളാഹുവിൽ നിന്ന് അനുകൂലമായി കിട്ടണം. എങ്കിൽ മാത്രമേ ഭരണകൂടത്തിന് സുഗമമായി ഭരിക്കാൻ പറ്റുകയുള്ളൂ. കാലം അള്ളാഹുവിൻ്റെ കയ്യിലാണ്, കാലാവസ്ഥ അള്ളാഹുവിൻ്റെ കയ്യിലാണ്, ആകാശവും ഭൂമിയും അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ആകാശത്തിൽ നിന്ന് വീഴുന്ന മഴയും ഭൂമിയിൽ നിന്ന് ഉയരുന്ന രോഗവും അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അതിനെ അള്ളാഹു വേണം കൺട്രോൾ ചെയ്തു തരാൻ. അതിനെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല. എല്ലാവരും കൈമറത്തിയ വിഷയമാണ്. മനുഷ്യനാൽ കഴിയുന്നതെല്ലാം ചെയ്തു എന്ന് ഭരണകൂടത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർ, സാക്ഷാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം മനുഷ്യനാൽ കഴിയുന്നതെല്ലാം ചെയ്തു എന്ന് പറയുമ്പോഴും ഡോക്ടർ രേഖയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ആകാശത്ത് അർവാഹിൻ്റെ ലോകത്ത് നടത്തിയ ആ ഷഹാദത്തിൻ്റെ ഒരു ധ്വനി അതിന് അപ്പുറത്തുണ്ട്. മനുഷ്യനാൽ കഴിയുന്നതെല്ലാം ചെയ്തു, ഇനിയുള്ളത് അപ്പുറം ചെയ്യേണ്ടത് ദൈവമാണ് എന്ന് മാത്രം പിണറായി വിജയൻ പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഹൃദയം അത് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഹൃദയം അത് തീർച്ചയായിട്ടും സമ്മതിച്ചിട്ടുമുണ്ട്. അതെല്ലാവരും വിശ്വസിക്കുന്ന കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത 5 കൊല്ലം സുന്ദരമായി ഇവിടുത്തെ മനുഷ്യരെ അവരുടെ മതപരമായി, അവരുടെ സാമൂഹ്യമായി, അവരുടെ സാമ്പത്തികമായി, അവരുടെ വിദ്യാഭ്യാസപരമായി, അവരുടെ ആരോഗ്യപരമായി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനാവശ്യമായ അസ്ബാബുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദർബാറിൽ നിന്ന് അനുകൂലമാക്കി കൊടുക്കുകയും ഷർറാകുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു തട്ടിത്തിരിച്ച് ദൂരെയാക്കുകയും സുഗമമായ രീതിയിൽ ഈ രാജ്യത്തിലെ, ഈ നാട്ടിലെ 3 കോടിയിലധികം വരുന്ന ജാതിമത ഭേദമന്യേ മനുഷ്യരുടെ പരസ്പര സൗഹാർദ്ദത്തിനും സ്നേഹത്തിനും ഇഷ്ടത്തിനും അവരവരെ വിശ്വസിക്കുന്ന ആദർശം പറയാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള തുറന്ന വഴിക്കും ഈ ഭരണകൂടത്തെ അള്ളാഹു സഹായിക്കട്ടെ. അതിനാവശ്യമായ അസ്ബാബുകൾ ഈ ഭരണകൂടത്തിൻ്റെ കൈകളിലൂടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അള്ളാഹു എത്തിച്ചേരുകയും ചെയ്യട്ടെ എന്ന് തീർച്ചയായിട്ടും ആശംസിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. അള്ളാഹുവിനെയാണ് ഏൽപ്പിക്കാൻ പറ്റിയവൻ. ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ വ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന ഫസ്തഗ്ഫിറൂഹു.